ബഹുമാനപ്പെട്ട ജോസ് സാറെ, എസ് എം ടീച്ചർ, ഷിൻഡോ സാർ, പ്രിയപ്പെട്ട കുട്ടികളെ, എസ് എം ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം എന്ന പേരിൽ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള വിവിധങ്ങളായ പ്രോഗ്രാമുകൾ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തിട്ടുണ്ട്. മുക്കം സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസ് ക്ലബ്ബുകാര്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, ഇതിലുള്ള അറിവുള്ള ആൾക്കാർ ഇവരോടൊക്കെയുള്ള അഭിമുഖം നടത്തുക. അങ്ങനെ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലേക്ക് ഒരു തിരിഞ്ഞു നോക്കാം എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുക്കം ഉപജില്ല ഈ സാമൂഹിക ശാസ്ത്ര ക്ലബ്ബ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരക്കുള്ള ഒരു വ്യക്തിയാണ് ജോസ് സാറ്. അടുത്തുള്ള സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത് എന്നാൽ വിശ്രമജീവനം ഇല്ലാത്ത രീതിയിൽ സാമൂഹ്യ, കല അല്ലെങ്കിൽ കായിക മേഖലയിലൊക്കെ വളരെയേറെ താല്പര്യവും പ്രവർത്തനവും നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജോസ് സാറ്. സാറിന്റെ സജീവമായ സാന്നിധ്യവും അറിവും നമുക്ക് പ്രകടമാണ്. നിങ്ങൾക്ക് കുറഞ്ഞ കുട്ടികളെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് സാറിന് ഒരു 40 നേരത്തേക്ക് ഒരു ചെറിയ ക്ലാസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. സാറിനുള്ള മറുപടി ചെറുതാണ്. അപ്പോൾ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം, അതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് സംസ്ഥാനത്ത് നടക്കുന്ന പദ്ധതി നാം നമ്മുടെ രാജ്യം എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചു, അതിനുവേണ്ടി വ്യതിയാടാക്കരുത് ജീവൻ ത്യജിച്ച മഹാത്മാ അവർ വന്ന പോരാട്ടങ്ങളുടെ വഴി, ഓരോ വർഷങ്ങളിലും നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ഹോമിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓരോ ചിത്രവും ഇന്ത്യൻ പൗരന്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളെന്ന നിലയിൽ മുഴുവനായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ഹൈസ്കൂൾ സ്റ്റുഡൻസ് എന്ന നിലയിൽ നിങ്ങൾക്കാണ്. നിങ്ങളുടെ സിലബസിൽ കുറേ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. മേൽ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അപ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഭരിച്ചത്. അവരുടെ ഭരണം 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളെ കീഴടക്കിയത്. 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ അടിത്തറ കിടക്കുന്നത്. പിന്നെ ഒരു 100 കൊല്ലം 1857 ആദ്യമായിട്ടാണ് ഇന്ത്യക്കാരെല്ലാം കൂടി, അതും വടക്കേ ഇന്ത്യക്കാർ മാത്രം സംഘടിച്ചുകൊണ്ട് ആയുധമെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്താൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിക്കുന്നു. അതാണ് നമ്മൾ 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന 1857 വിപ്ലവം. നമ്മൾ പരാജയപ്പെട്ടു, നമ്മൾ ഭിന്നരായി ഇരിക്കുന്നു. ഉടനെ ബ്രിട്ടീഷ് സർക്കാർ രാജ്ഞി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അതാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഉത്തരവ് 1858. ഗവർണർ ജനറൽ എന്ന പേര് എന്തായി മാറുന്നു? വൈസ്രോയി എന്നായിട്ട് മാറുന്നു 1858 മുതൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് ആയിരുന്നു. കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് ആണ്. ആള് മാറിയില്ല, പേര് മാറിയില്ല. ഇന്ത്യയിൽ അവിടെയും ഇവിടെയും ചെറിയ ചെറിയ സംഘടനകൾ പൊട്ടിമുളക്കുന്നു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുന്നു. ഡിസംബർ 28 ബോംബെ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ച് 72 പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടന ഉണ്ടാവുന്നു. ഡഫറിൻ എന്ന വൈസ്രോയി ആയിരുന്നു അന്ന്. ഡഫൻ പറഞ്ഞ് നന്നായി വരട്ടെ, അനുഗ്രഹം കൊടുത്തു. പക്ഷേ ഈ സംഘടന അതിവേഗം വലുതാവുന്ന കണ്ടപ്പോൾ ബ്രിട്ടീഷുകാർക്ക് പേടിയായി. എന്നാലും ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും പതുക്കായി ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നു. 14 നവംബർ കപ്പലിലാണ് വരുന്നത്. ഇന്ത്യയിൽ ഗാന്ധിജി എത്തി 1915 ജനുവരി 9. ആ ജനുവരി 9 പ്രവാസി ദിനം. അവിടെ പോരാട്ടങ്ങളുടെ പരിചയമുണ്ടായിരുന്ന ഗാന്ധിജി ഇന്ത്യയിൽ വന്നിട്ട് ഒരു ആശ്രമം സ്ഥാപിക്കുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിനടുത്തുള്ള സബർമതി ആശ്രമം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കച്ചവട ആവശ്യത്തിന് വേണ്ടി വന്നവരാ. പക്ഷെ അവരെന്തിനാ ഇവിടെ അധികാരം പ്രാപിച്ചത്? എന്താ കാരണം? ഇന്ത്യയിൽ ഒരു രാജാവിനെ കണ്ടുകൂടാ. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ബന്ധമില്ല, വടക്കും തെക്കും തമ്മിൽ ബന്ധമില്ല. മനസ്സിലായി? ഏകോപിതരല്ല, പരസ്പരം പോരാടുന്നവർ. അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവിടെ നമുക്ക് കൈ ഉറപ്പിക്കാം, സ്റ്റാൻഡ് ഉറപ്പിക്കാം.
ബ്രിട്ടീഷ് ഇന്ത്യ ഒറ്റ രാജ്യമായിരുന്നില്ല. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഏറ്റവും വലിയ നേട്ടം? ആർക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്താണ്? നമ്മുടെ രാജ്യത്തെ ഒറ്റയൊരെണ്ണാക്കി മാറ്റി. വെരി ഗുഡ്. ഇന്ത്യയെ ഏകീകരിച്ചു. യൂണിഫിക്കേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഭാരതത്തായിരുന്നു. 600 നാട്ടുരാജ്യങ്ങളായിരുന്നു ഇവിടെ. മനസ്സിലായി? കീഴടക്കി എല്ലാവരെയും കീഴടക്കി കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ ഭരണം വൈസ്രോയി ഭരണം. മനസ്സിലായി? ഇവിടുന്ന് കൽക്കട്ട, ബോംബെ, മദ്രാസ്, കേരളം, അഫ്ഗാനിസ്ഥാൻ, വടക്കുപടിഞ്ഞാറൻ അതിർത്തി പ്രദേശം ഭരണം ഒരു സ്ഥലത്തുനിന്ന് ഇന്ത്യയെ ഏകീകരിപ്പിച്ചു എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ വഴി വന്ന ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടം. ജാലിയൻവാലാബാഗ് പോലെ തന്നെ മറ്റൊരു ദുരന്തമാണ് വാഗൺ ട്രാജഡി. ഒന്ന് വിശദീകരിക്കും. വാഗൺ ട്രാജഡി. യെസ്, വാഗൺ ട്രാജഡിയുടെ സ്വഭാവം മറ്റൊന്നാണ്. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും സംയുക്തമായിട്ട് കോഴിക്കോട്ട് കടപ്പുറത്ത് പ്രസംഗിച്ചു. ഷൗക്കത്ത് അലിയും ഗാന്ധിജി. അപ്പോൾ കോൺഗ്രസും ഖിലാഫത്ത് പ്രസ്ഥാനവും ഹാൻഡ് ഇൻ ഹാൻഡ് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഖിലാഫത്ത് മൂവ്മെന്റ് കേരളത്തിൽ ഏറ്റവും ശക്തമായത് മലബാറിലായിരുന്നു. മലബാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. മനസ്സിലായോ? ഖിലാഫത്ത് വളണ്ടിയർമാരുണ്ടായി. ബ്രിട്ടീഷുകാർ ഈ വിപ്ലവത്തെ അടിച്ചമർത്താൻ തീരുമാനിച്ചു. തിരൂരിൽ നിന്ന് ഇതിൽ പങ്കെടുത്ത 95 വളണ്ടിയർമാരെ അറസ്റ്റ് ചെയ്തു. അവരെ ബാംഗ്ലൂരിൽ ബംഗാളിയിലുള്ള ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ തീവണ്ടി ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഈ സാധനങ്ങൾ ചരക്ക് കൊണ്ടുപോകുന്ന തീവണ്ടി, ഗുഡ്സ്. അതിന്റെ അന്നത്തെ ബോഗി എന്ന് പറഞ്ഞാൽ ചെറിയ ബോഗി. യാത്രക്കാർക്കുള്ള തീവണ്ടി കിട്ടിയില്ല. ആ ഗുഡ്സ് വേണമെങ്കിൽ ഗുഡ്സ് കൊണ്ടുവരണം. 95 പേരെ ഇത്രയുള്ള ചെറിയ മുറിയിലേക്ക് തള്ളി കയറ്റി കോയമ്പത്തൂരിൽ വിട്ടു. എന്നിട്ട് ബംഗാളിയിലേക്ക് പോകാൻ. മനസ്സിലായി? പോത്തന്നൂർ എത്തിയപ്പോൾ ട്രെയിനൊന്ന് നിർത്തി, തുറന്നു നോക്കി, തമ്മിൽ കടിച്ചു കയറിയും മാന്തി കയറിയും ശ്വാസം മുട്ടിയും 65 ആൾ മരിച്ചു. ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ പറയൂ. പഴശ്ശിരാജ, കുഞ്ഞാലിമരയ്ക്ക്, വേലുത്തമ്പി ദളവ, പാലിയത്തച്ഛൻ ഇവരൊക്കെ ചരിത്ര പുരുഷന്മാരാണ്. ഇവരെ കുറിച്ച് കുറെ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? പഴശ്ശിരാജ, കുഞ്ഞാലിമര, വേലുത്തമ്പി. ഒന്നാമത്തെ കാര്യം, 1799 മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ കൊണ്ടു. മൈസൂർ കീഴടക്കി. മൈസൂരിന്റെ കീഴിലായിരുന്നു വയനാട്. അപ്പോൾ ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പഴശ്ശിരാജ സഹായിച്ചിരുന്നു. ആ യുദ്ധത്തിൽ മനസ്സിലായി? അപ്പോൾ പഴശ്ശിരാജ വിചാരിച്ചു, യുദ്ധം കഴിഞ്ഞാൽ എനിക്ക് വയനാട് തരും. ബ്രിട്ടീഷുകാർ കൊടുത്തില്ലെന്ന് മാത്രമല്ല, വയനാടിനെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന മദ്രാസും കൂടി ലഭിച്ചു. കുഞ്ഞാലി യുദ്ധം ചെയ്ത് ഏത് കാലം? പോർച്ചുഗീസുകാരോടാണ്. പോർച്ചുഗീസുകാർ വന്നതല്ല 15, 16 മിനിറ്റില്ല. 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. അത് ശരിയാണ്. 4 കുഞ്ഞാലിയാണ് ഗോവയിൽ കൊണ്ടുപോയി പോർച്ചുഗീസുകാർ. എന്നിട്ട് തല കൊണ്ടുവന്ന് കണ്ണൂർ സ്ഥാപിച്ചു. ഞങ്ങളോട് കളിച്ചോളിങ്ങനെ മനസ്സിലായി? അത് ശരിയാണ്. ഇനി ആരാണ്? പിന്നെ ആരാ? പിന്നെ വേറെ മൂന്നാമത് പറഞ്ഞ ആരാ? വേലുത്തമ്പി ദളവ. ആദ്യം ബ്രിട്ടീഷുകാരുമായിട്ട് ലോകിയായി. നികുതി പിരിവിന്റെ പേരിൽ വേലുത്തമ്പി തെറ്റി. തിരുവിതാംകൂർ രാജാവിനോട് പറഞ്ഞു, ഈ വില പൊക്കാം. രാജാവ് സമ്മതിച്ചു. അവസാനം രാജാവ് എന്താണ് നിരവധി ബ്രിട്ടീഷുകാരെ കൊന്നു വേലുത്തമ്പി. അതുകൊണ്ട് ആ വിരോധം മാറിയില്ല. അദ്ദേഹത്തിന്റെ സർവശരീരം ഞങ്ങൾക്ക് തരണം ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. എന്ത് ചെയ്തു? തിരുവിതാംകൂർ രാജാവ് വിട്ടു. അവർ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വേലുത്തമ്പിയുടെ മരിച്ച ശവശരീരം കെട്ടിത്തു. അതാണ് വേലുത്തമ്പിയുടെ അവസ്ഥ.
അടുത്ത ചോദ്യം ചോദിച്ചു. സർ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഞാൻ പല ക്ലാസ്സുകളും പഠിച്ചിട്ടുണ്ട്. ആ. പല സമരങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഉവ്വ. എങ്കിലും ഈ സമരത്തെ എന്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്? അതെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മളാ പറയുന്നത്. വി ഡി സവർക്കറാണ് വിളിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന്. ഇതിനെ ബ്രിട്ടീഷുകാരെ പറഞ്ഞത് ശിപ്പായി ലഹള, ഇന്ത്യയുടെ ശിപ്പായികളുടെ ലഹള. ഞങ്ങൾ എന്ത് ചെയ്തു? പൊടിച്ച് ദൂരോട്ട് കളഞ്ഞു. അവർ പറഞ്ഞു ശിപ്പായികൾ. നമ്മളാണ് വിളിച്ചത്. നമുക്ക് വേണ്ടി വി ഡി സവർക്കറാണ് ആദ്യം പറഞ്ഞത് ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയും വ്യാപകമായി സംഘടിതമായി വിവിധ ദേശങ്ങൾ ഒന്നിച്ചു നിന്ന് ഒരു 1.5 വർഷത്തോളം ഏറ്റുമുട്ടിയ ഒരു സമരം ആദ്യത്തേതാണ്. നിരവധി നേതാക്കളുണ്ട്. പ്രധാനപ്പെട്ട മലയാളികൾ ആരൊക്കെയാണ്? മലയാളികൾ ആരെങ്കിലും ഉണ്ടോ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ? ഉണ്ടോ? ഉണ്ടാകും. ഗാന്ധിജിയുടെ ആത്മകഥയിൽ വന്നിട്ടുള്ള ഒരേ ഒരു മലയാളിയുള്ളൂ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പേരുള്ളൂ. കേളപ്പനല്ല, GP പിള്ള. മലയാളി മെമ്മോറിയൽ സംഘടിപ്പിച്ച മലയാളി മെമ്മോറിയലിന്റെ നേതൃത്വം കൊടുത്ത 1891 നേതൃത്വം കൊടുത്ത GP പിള്ളയുടെ പേര് മാത്രമേ ഗാന്ധിജിയുടെ ആത്മകഥയിലുള്ളൂ. വേറെ ഒരു മലയാളിയുടെ പേരില്ല. ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒറ്റ മലയാളിയുള്ളൂ. ചേറ്റൂർ. തിരുവിതാംകൂറിൽ ജാൻസിറാണി വന്നോ? ഇല്ല. വിശേഷിപ്പിക്കുന്നു അക്കമ്മ ചെറിയാൻ, കാഞ്ഞിരപ്പള്ളിക്കാരിയായ അക്കമ്മ ചെറിയാൻ. സർ, നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിലായിട്ടും ഇത്തരം കലഹങ്ങളും ശക്തമായ പോരാട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവയൊന്നും ജയിക്കാതിരുന്നത്? പ്ലാസി യുദ്ധം 4 മണിക്കൂറേ ഉണ്ടായിരുന്നു. മനസ്സിലായി? ഓരോ യുദ്ധം കേട്ട പാനിപ്പട്ട് 1-ാം യുദ്ധം 1526. ഇബ്രാഹിം ലോഡി എത്ര മണിക്കൂർ? 5.5 മണിക്കൂർ. ആദ്യം 2 മണിക്കൂറും ഇബ്രാഹിം ലോഡി അങ്ങനെ നിരവധി ത്യാഗം സഹിച്ച് നേടിയതാണ് ഈ പ്രസ്ഥാനം, ഈ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തെ നിലനിർത്തേണ്ട ബാധ്യത ആർക്കുണ്ട്? നിങ്ങൾക്കുണ്ട്. സ്വാതന്ത്ര്യത്തെ എന്ത് വില കൊടുത്തും നിലനിർത്തേണ്ട ബാധ്യത വരുന്ന തലമുറയ്ക്കാണ്. കഷ്ടപ്പെട്ട് നേടിയവരൊക്കെ ജവലിക്കുള്ളിൽ മറക്കും. അവരെ നമ്മൾ ഓർമ്മിക്കണം, അവരെ ബഹുമാനിക്കണം, അവരുടെ എന്നും ആദരവുണ്ടായിരിക്കണം. ആ ആദരവ് നമ്മുടെ മനസ്സിലുണ്ടാവും. അവർ വീണ്ടെടുത്ത സ്വാതന്ത്ര്യത്തെ നിലനിർത്തേണ്ട ബാധ്യത വിദ്യാർത്ഥികളായി നിങ്ങൾക്കുണ്ട്. അതിനാദ്യം എന്ത് ചെയ്യണം? അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിനാണ് നമ്മൾ ചരിത്രത്തോടെ മുന്നേറുന്നത്. അപ്പോൾ അവരെ കുറിച്ചുള്ള അവബോധം ഉണ്ടാവും. അവരുടെ മാർഗം, അവരുടെ മാതൃക നമ്മൾ പിന്തുടരും. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ ഈ 75ാം വാർഷികത്തിൽ നമ്മളുടെ മനസ്സിലൊരു പ്രതിജ്ഞ. ആ പ്രതിജ്ഞയിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സന്തതികളാണ്. ആ രാജ്യത്തെ ശക്തിപ്പെട്ട അഭിമാനമുള്ള ഒരു ഇന്ത്യയിൽ ആ ഇന്ത്യക്കാരനാവാൻ നമുക്ക് ആഗ്രഹം. ഓക്കെ, ലെറ്റ് us stop here. സാറിന്റെ വിലപ്പെട്ട സമയം നമുക്കായി ഇത്രയും നേരം ചെലവഴിച്ച സാറിന് നന്ദി പറയാണ്. അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു പരിപാടി നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത നമ്മുടെ ടീച്ചേഴ്സിന് നന്ദി പറയാണ്. സാറിന്റെ വാക്കുകളിലൂടെ നമുക്ക് ഇനിയും സ്വാതന്ത്ര്യ സമരത്തെ പറ്റി, പോരാളികളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രചോദനം തരുന്നുണ്ട്. നമ്മൾ വല്ലപ്പോഴും ഓർക്കുന്ന ചിലരുടെ കൂട്ടത്തിലാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ എന്നും അവരെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം, അവരോട് ബഹുമാനം പുലർത്തണമെന്ന് സാറിന്റെ വാക്കുകളിലൂടെ തെളിയുന്നു. വളരെ നന്ദി.